Hello everyone, I am Sheeba. Welcome to Magic Kitchen Bites. ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യമായി 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുക്കാം. ഞാൻ ഇപ്പോൾ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ വിനാഗർ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറഞ്ഞത് 30 മിനിറ്റ്സ് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. 4 സവാള, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ, 1 ക്യാപ്സിക്കം, 1 കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 7 പച്ചമുളക് ഇവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാളയും ക്യാപ്സിക്കവും ക്യൂബ്സ് അല്ലെങ്കിൽ സ്ക്വയർ ആയി കട്ട് ചെയ്തെടുക്കണം. സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സ് കഴിഞ്ഞു മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് ഓയിലും നമുക്ക് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ചൈനീസ് ഡിഷാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിന്റെ ഫ്ലേവർ തന്നെ മാറിപ്പോകും. ഞാൻ 3 തവണയായിട്ടാണ് ഈ ചിക്കൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനേഗർ, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇവയെല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് സ്പ്രിംഗ് ഒണിയന്റെ വൈറ്റ് പോർഷനും സവാളയും ചേർക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ റെസിപ്പി ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയന്റെ ഗ്രീൻ പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ നല്ല ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണ അതായത് സീസെയിം ഓയിൽ അഥവാ എള്ളെണ്ണ, ഇത് 1 സ്പൂൺ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക്സ് ഫോർ വാച്ചിങ്.